നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ നായകളെ വളർത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ആളുകൾ പല ഇനങ്ങളിലുള്ള നായകളെ നടത്താൻ കൊണ്ടുപോകുന്നതൊക്കെ കാണാം. നായയെ വളർത്താത്തവർ പോലും കണ്ടാൽ ഒന്ന് കൊഞ്ചിക്കും. ഇത്രയധികം നായപ്രേമികൾ ഉണ്ടായിട്ടും തെരുവ് നായകളുടെ ശല്യം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 2021 ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 8 കോടിക്കടുത്ത് തെരുവ് നായ്ക്കളുണ്ട്. ഇതേ കണക്കിൽ തന്നെ നായ്ക്കളെ വളർത്തുന്നവരിൽ 50% ആളുകൾ ഇവയെ ഉപേക്ഷിക്കുന്നതുമായും കാണാം. ക്യൂട്ടായ പട്ടിക്കുട്ടികളെ കാണിക്കുന്ന വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിട്ടും നായ്ക്കളെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? ഇന്നത്തെ വീഡിയോ പട്ടിപ്രേമം കാപട്യമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. മലയാള സിനിമയിൽ പട്ടി കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമകളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു. പട്ടിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് മിക്ക സിനിമകളും സംസാരിക്കുന്നത്. ഈ സിനിമകളിൽ നെയ്മർ എന്നൊരു സിനിമ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സിനിമകളിലും പ്രധാന നായ ഇനങ്ങളും വിദേശ ഇനമാണ്. CID മൂസയിൽ ജർമ്മൻ ഷെപ്പേർഡ്, ജിമ്മി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന സിനിമയിൽ സൈബീരിയൻ ഹസ്കി, വാലാട്ടിയിലും റിംഗ് മാസ്റ്ററിലും കന്നഡ സിനിമയായ 777 ചാർലിയിലും ഗോൾഡൻ റിട്രീവർ. അതായത് ഈ നാട്ടിലെ പട്ടികൾക്ക് ഈ നാട്ടിലെ സിനിമകളിൽ തന്നെ സ്ഥാനം കിട്ടണമെങ്കിൽ വളരെ പ്രയാസമാണ്. പല വീടുകളിൽ നോക്കൂ, വിദേശ ഇനം പട്ടികളാണ് കൂടുതൽ. വളരെ വളരെ അപൂർവം വീടുകളിൽ മാത്രമേ നാടൻ ഇനങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ. സെലിബ്രിറ്റികളെ നോക്കൂ, ഒരുവിധം എല്ലാവർക്കും വിദേശ ഇനമാണ് ഉള്ളത്. പട്ടിയെ സ്നേഹിക്കണമെങ്കിൽ പോലും ഒരു പ്രത്യേക ഇനം ഇവർക്ക് ആവശ്യമാണ്. നമ്മുടെ നാടൻ പട്ടികൾക്ക് ചാവാലി, ചൊക്ലി, തെണ്ടിപ്പട്ടി, ഏഞ്ഞാളി എന്നിങ്ങനെ നിരവധി നിന്നാ വിശേഷണങ്ങളാണ് ഉള്ളത്. എങ്ങനെയാണ് ഈ നാട്ടിലെ നായ്ക്കൾക്ക് ഇത്രമേൽ വിശേഷണങ്ങൾ ലഭിച്ചത്? അതിന് ഈ ഇനത്തെപ്പറ്റി കൂടുതൽ അറിയണം. നമ്മൾ നാടൻ പട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇനത്തെ ഇന്ത്യൻ പരായ ഡോഗ് എന്നാണ് പറയുക. ഇന്ത്യൻ പരായ നായ കുറഞ്ഞത് 6000 വർഷമെങ്കിലും ഇന്ത്യയിൽ ജീവിച്ച ഇനമാണ്. ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ഇവയ്ക്ക് ഈ പേര് നൽകിയത്. യൂറോപ്യൻ നായ്ക്കളെ ഈ നാട്ടിൽ കച്ചവടം ചെയ്യുന്നതിനായി അവർ തദ്ദേശീയ ഇനം പട്ടികളെ മോശമായി ചിത്രീകരിച്ചു. ബ്രിട്ടീഷ് പ്രഭുകൾ ഒക്കത്ത് വെച്ച് ലാളിക്കുന്നതിനായി ചെറിയ പട്ടികളെ വളർത്തി. ബ്രിട്ടീഷ് സൈനികർ വേട്ടയാടുന്നതിനായി പലതരം ഹണ്ടിങ് നായ്ക്കളെയും ഇവിടെ ഇറക്കുമതി ചെയ്തു. ഇങ്ങനെ വിദേശ അടിമത്തം മനസ്സുകൊണ്ട് തുടരുന്ന ഇന്ത്യക്കാർ ഈ ഇനങ്ങളോട് ബഹുമാനവും തുടർന്നു. ഒരുപക്ഷെ നമ്മളെക്കാൾ ഈ നാടിൻ്റെ അവകാശികളാണ് ഇന്ത്യൻ പരായ നായകൾ. എന്നാൽ ഇവയോട് നമ്മൾ മനുഷ്യർ കാണിക്കുന്നത് കൊടിയ ക്രൂരതകളാണ്. കുട്ടിയെ പട്ടി കടിച്ചു എന്നതുകൊണ്ട് ക്രൂരമായി ആ പട്ടിയെ ഉപദ്രവിക്കുകയും വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും അവസാനം വലിയ കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഏത് റോഡിൽ വേണമെങ്കിലും നോക്കൂ, ചതഞ്ഞറിഞ്ഞ പട്ടികൾ, പൂച്ചകളൊക്കെ കാണാം. ഇത്തരത്തിൽ നാടൻ ഇനങ്ങളോടുള്ള ക്രൂരതകൾ അനവധിയാണ്. നായ്ക്കൾ മനുഷ്യരെയും ആക്രമിക്കാറുണ്ട്. പക്ഷേ മനുഷ്യരോട് അവയ്ക്ക് പ്രത്യേക ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. പല പട്ടികളും ആക്രമിക്കുന്നത് റാബിസ് പോലത്തെ അസുഖം ബാധിച്ചിട്ടോ, പേടിച്ചിട്ടോ, വിശന്നിട്ടോ, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെയോ ഭാഗമായിട്ടോ ആണ്. അവയെ ശിക്ഷിക്കുന്നതിന് പകരം നായ്ക്കളുടെ രീതികളെപ്പറ്റി കൂടുതൽ പഠിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട മാർഗങ്ങൾ കണ്ടെത്തുകയുമാണ് വേണ്ടത്. മനുഷ്യൻ മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരത ഈ നായ ഇനത്തിൽ അവസാനിക്കുന്നില്ല. ഒരുവിധം എല്ലാ ഡോഗ് ഷോകളിലും പ്യുവർ ബ്രീഡ് ആയിട്ടുള്ള പട്ടി ഇനങ്ങളെയാണ് മത്സരിപ്പിക്കാൻ എടുക്കുന്നത്. അതായത് ഒരു നായയുടെ അച്ഛനപ്പൂപ്പന്മാർ വരെ ഒരേ ഗണത്തിൽ പെടണം. കലർപ്പുണ്ടാകാൻ പാടില്ല. ഇങ്ങനെ കലർപ്പില്ലാതെ ഒരേ ഗണത്തിൽ തന്നെ കുട്ടികളുണ്ടാകാനുള്ള മാർഗമാണ് ഇൻബ്രീഡിംഗ്. ഒരേ ജനിതക സവിശേഷതകളുള്ള പട്ടി ഇനങ്ങളെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിച്ച് കുട്ടികളുണ്ടാക്കുന്ന രീതിയാണിത്. ഇൻബ്രീഡിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. മനുഷ്യരുൾപ്പെടെ ഒരുവിധം എല്ലാ മൃഗങ്ങളിലും ഇൻസെസ്റ്റിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണാം. അതായത് ഒരേ കുടുംബത്തിലെ ആളുകൾ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടാകുന്ന രീതി. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഓസ്ട്രിയയിലെ ഹാസ്ബർഗ് കുടുംബം. അധികാരം നിലനിർത്താനായി ഈ കുടുംബത്തിലെ കസിൻസിനെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും മൂക്ക് താഴ്ന്നു വന്നു. ഇതോടുകൂടി പലർക്കും വലിയ തോതിലുള്ള ശ്വാസതടസ്സം നേരിട്ടു. കുടുംബത്തിലെ അവസാന അംഗത്തിന് അവസാനം വെള്ളം ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം എപ്പിലെപ്സിയും ബാധിച്ചു. ഷിസു, ബുൾഡോഗ്, പിക്രീസ് പോലുള്ള ചെറിയ മൂക്കുള്ള പട്ടികളെ നോക്കിയാൽ ഇവയ്ക്ക് വലിയ തോതിലുള്ള ശ്വാസതടസ്സമുണ്ട്. കാരണം ഇങ്ങനെ നിരന്തരമായ ഇൻബ്രീഡിങ്ങിലൂടെ ഉണ്ടായതാണ് ഈ ഇനങ്ങൾ. ഡാഷ് ഹണ്ടിനെ പോലെ ചെറിയ കാലുകളും നീണ്ട ശരീരവുമുള്ള ഇനത്തിന് നട്ടെല്ല് വളരെ ദുർബലമാണ്. കണക്കുകൾ പറയുന്നത് 4ൽ 1 ഡാഷ് ഹണ്ടിന് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഡിസീസ് വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ഡോബർമാൻ പോലുള്ള ഇനങ്ങൾക്ക് ഹൃദയാഘാതം വരാൻ വളരെ സാധ്യതയാണ്. ലാബ്രഡോർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ പോലുള്ള ഇനങ്ങൾക്ക് ജോയിന്റ് ഡിസോർഡർ വരാൻ വളരെ സാധ്യതയാണ്. ഇതിൽ ഏറ്റവും ശോചനീയമായ അവസ്ഥ പഗ് എന്ന് പറയുന്ന ഇനത്തിനാണ്. ഇതിന് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളുടെ ലിസ്റ്റ് നോക്കി ഒരു പഠനം പറയുന്നത് ഈ ജീവിയെ സാധാരണ പട്ടിയായി പോലും കാണാൻ പറ്റില്ല എന്നാണ്. അത്രയും സങ്കടകരമായ അവസ്ഥയാണ് ഈ ജീവികൾ നേരിടുന്നത്. നല്ല പോലെ രോമമുള്ള പട്ടി ഇനങ്ങൾക്ക്, അതായത് ഗോൾഡൻ റിട്രീവർ,
ജർമ്മൻ ഷെപ്പേർഡ്, സൈബീരിയൻ ഹസ്കി, സെന്റ് ബെർണാർഡ്, അലാസ്കൻ മാലമ്യൂട്ട് പോലത്തെ ഇനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ചൂട് കാലാവസ്ഥ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് പല ജീവികൾക്ക് AC ആവശ്യമായി വരുന്നു. ഇത് മനസ്സിലാക്കാത്ത മനുഷ്യർ ഈ ജീവികളെ വാങ്ങും. ചൂട് സഹിക്കാൻ പറ്റാതെ ഈ ഇനങ്ങൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ ഇടിച്ചു കയറും. പട്ടിയുടെ വിനോദമാണിതെന്ന് കരുതി വളർത്തുന്നവർ അതിനെ പിടിച്ച് പുറത്താക്കും. ഇങ്ങനെ പല നായ ഇനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പലർക്കും പൂർണ്ണമായ ധാരണയില്ല. ആദ്യ കാഴ്ചയിലുള്ള കൗതുകത്തിൻ്റെ പുറത്താണ് പലരും പല നായ്ക്കളെയും വാങ്ങുന്നത്. വളർത്തി തുടങ്ങുമ്പോഴാണ് പ്രയാസം മനസ്സിലാവുക. നോക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവയെ ഉപേക്ഷിക്കുകയും ചെയ്യും. ചില മൃഗസംരക്ഷകർ പറയുന്നത് പട്ടികളെ വാങ്ങുന്നവരുടെ അത്രയും ശതമാനം ഉപേക്ഷിക്കുന്നവരുമുണ്ട് എന്നാണ്. പട്ടിപ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലാബ്രഡോറിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ മനുഷ്യൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് വളർത്താനും ഉപേക്ഷിക്കാനും കഴിയുന്ന ഒരു കളിപ്പാട്ടമായോ വീട്ടിലെ അലങ്കാര വസ്തുവായോ ആണ് പലരും ഈ ജീവികളെ കാണുന്നത്. ഓഡിയോ, ബെൻസോ, റോൾസ് റോയ്സോ വീട്ടുമുറ്റത്ത് കിടക്കുന്ന പോലെ ഒരു ആഡംബരത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പലരും വില കൂടിയ ഇറക്കുമതി ചെയ്ത പട്ടികളെ വളർത്തുന്നത്. കൃത്യമായ പരിപാലനവും സ്നേഹവും ആവശ്യമായ വികാരമുള്ള ജീവിയാണിത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഒരു വിഭാഗം മനുഷ്യർ വേറൊരു രാജ്യത്ത് ജനിച്ചതുകൊണ്ടും വേറെ നിറമായതുകൊണ്ടും അകറ്റി നിർത്തുകയും വിദ്വേഷം പടർത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ റേസിസം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ മനുഷ്യർ തന്നെ ഇതേ രാജ്യത്തെ ഒരു വിഭാഗം പട്ടികളോട് മോശമായി പെരുമാറുന്നതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? പട്ടിസ്നേഹം എന്ന് വിളിക്കണമെങ്കിൽ എല്ലാ വിഭാഗം പട്ടികളോടും തുല്യ രീതിയിൽ സ്നേഹിക്കാനുള്ള മനസ്സുള്ളവരാകണം. അൾസേഷ്യൻ പട്ടികളെ മാത്രം സ്നേഹിക്കുന്നവരെ പട്ടിപ്രേമികൾ എന്നല്ല വിളിക്കുക, അൾസേഷ്യൻ പ്രേമികൾ എന്നാണ്. പട്ടി വളർത്തുന്നവർ കാണിക്കുന്ന ഈ പ്രഹസനം കാരണമാണ് പട്ടി ഷോ എന്ന പ്രയോഗം വന്നതെന്ന് തോന്നുന്നു. എന്താണ് സൗന്ദര്യം എന്ന വീഡിയോയിൽ ഭംഗി എന്നത് പല ഘടകങ്ങൾ കൊണ്ട് നമുക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നായയുടെ കാര്യത്തിൽ എത്രത്തോളം ആളുകൾ ഇത് അംഗീകരിക്കുമെന്നറിയില്ല. നമ്മുടെ സന്തോഷങ്ങൾക്കും വിനോദങ്ങൾക്കും വേണ്ടി ഏത് ജീവിയെയും എന്ത് ഉപദ്രവം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ ഡോഗ് ലവർ എന്നൊക്കെ വിളിച്ച് അലങ്കരിക്കാം. വിദേശ നാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം ചിലർക്ക് കാറിലുള്ള സഞ്ചാരം, വൈകിട്ട് നടത്താൻ കൊണ്ടുപോകൽ, മൃഷ്ടാന്ന ഭോജനം, അങ്ങനെ സുഖലോലുപതയിലുള്ള ജീവിതം. എന്നാൽ മറുഭാഗത്ത് ഈ നാട്ടിൽ ജനിച്ചു എന്ന ഒറ്റ കുറ്റം കാരണം ചവിട്ടും ആക്ഷേപവും. ഇതിനെ റേസിസം, ഹിപ്പോക്രസി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്?